കോഫർ മരം എന്ന് പറയുന്നൊരു മരം തേടിയാണ് ഇന്ന് യാത്ര പോകുന്നത്. ഒരു പ്രത്യേക മരമാണ്. നിറമ്പാലി എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. വനമാണ്, ചുറ്റും വനമാണ്, മനുഷ്യരാരുമില്ല, അത് മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. പത്തനംതിട്ട ജില്ലയിലെ കൊച്ചു പമ്പ എന്ന ഡാമിനടുത്തായി ആനച്ചാൽ ചെരുവ് എന്ന സ്ഥലത്താണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത്. ആങ്ങാമൊഴിയിൽ നിന്നും ഗവിയിലേക്ക് പോകുന്ന വഴിയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കൂടാതെ ഇതൊരു കടുവാ സങ്കേതം കൂടെയാണ്. നമ്മുടെ കാടുകളിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു മരമാണിത്. മോഡോകോർഫസ് ലിജിയാന എന്നാണ് ഈ മരത്തിൻ്റെ ശാസ്ത്രനാമം. ഉൽപ്പത്തി പുസ്തകത്തിൽ മഹാപ്രളയത്തെ അതിജീവിക്കാനായി നോഹ പെട്ടകം നിർമ്മിക്കാനായി ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന മരമാണിത്. ജീവജാലങ്ങളെ നിലനിർത്താൻ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം എന്നായിരുന്നു നോഹയോട് ദൈവം അരുൾ ചെയ്തത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം ഭൂമിയെ നോക്കിയാണ് നിൽക്കുന്നത്. എൻ്റെ ഈ പിറകിൽ കാണുന്നതാണ് ആ മരം. നല്ല വലിപ്പമുള്ള മരമാണ്. ആനച്ചാൽ ചെരുവിൽ ഞാൻ 2019 വരുമ്പോൾ 2 മരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലൊരെണ്ണം കടപുഴകി വീണുപോയി. ഈ മരം പൂക്കുകയുമില്ല കായ്ക്കുകയുമില്ല എന്നും പൂക്കാതെ കായ്ക്കും എന്നും 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പ്രദേശവാസികളിൽ നിന്നും ഫോറസ്റ്റ് വാച്ചർമാരിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോ വഴി പറയുന്നത്. ഈ മരത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ഇലകളെല്ലാം താഴേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. സാധാരണ നമ്മുടെ മരങ്ങളുടെ ഇലകളെല്ലാം ഇതിൻ്റെയൊക്കെ ഇലകൾ മുകളിലേക്കാണ് നിൽക്കുന്നത്, അതായത് സൂര്യനെ നോക്കിയാണ് നിൽക്കുന്നത്. ഇത് പക്ഷേ ഭൂമിയെ നോക്കിയാണ് ഈ ഇലകളെല്ലാം നിൽക്കുന്നത്. ഒരു കൊഴിഞ്ഞു വീഴാറായ ഇലകളെ പോലെയാണ്, വെട്ടം എങ്ങനെയാണെന്ന് അറിയില്ല, കൊഴിഞ്ഞു വീഴാറായ ഇലകളെ പോലെയാണ്, വാടിയ ഇലകളെ പോലെയാണ് എല്ലാം നിൽക്കുന്നത്. അത് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വേഴാമ്പലാണ് ഈ പോകുന്നത്. ധാരാളം പക്ഷികളെയും മൃഗങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാൻ കഴിയും.